ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു വീഡിയോ നമ്മുടെ ജാസ്മിന്റെ അച്ഛനും സീക്രട്ട് ഏജന്റും കൂടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ചില സത്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പയും നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന PR ടീമുകൾക്ക് ജാസ്മിനെ എതിർത്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള പണി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ മുതൽ ഇങ്ങനെ കേട്ടുവരുന്നതാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച്, അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതുപോലെ, അതായത് ജനങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയക്ക് മുന്നിലോ അത്ര ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു അപ്ഡേറ്റും ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോട്ടോ പോലും ഇപ്പൊ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഫിനാലേക്ക് പോയതോ അല്ലെങ്കിൽ ലാലേട്ടന്റെ ഈ പറയുന്ന നമ്മുടെ സെക്കൻഡ് റണ്ണറപ്പിന്റെ ഈ പറയുന്ന ട്രോഫി കിട്ടിയതോ അങ്ങനെ ഒന്നും നമ്മുടെ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ യാതൊരു ഫോട്ടോസും യാതൊരു പോസ്റ്റുകളും ഒരു വീഡിയോസും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജാസ്മിൻ ഒന്നും പറയുന്ന ഒരു സംഭവവും ഇല്ല. അപ്പോ എല്ലാവരും ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്, ജാസ്മിന്റെ ഒരു റെസ്പോൺസ് അറിയണമല്ലോ, ജാസ്മിൻ എന്താണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നിട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം തരാന്നുള്ള കാര്യം ജാസ്മിനും അതുപോലെ തന്നെ ജാസ്മിന്റെ വാപ്പയും എല്ലാവരും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ ഫേസ് ചെയ്യാതെ എങ്ങനെയാണ് ജാസ്മിൻ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയത്, എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യമൊക്കെ ഒരുപാട് പേരിങ്ങനെ മനസ്സിലുണ്ട് എല്ലാവരുടെ. അപ്പോഴാണ് നമ്മുടെ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ വരുന്നത്, അതും പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എന്നൊരു കാര്യം എല്ലാവരും ആലോചിക്കുന്നുണ്ടാകും. മറ്റൊന്നുമല്ല, നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതോ രീതിയിൽ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജാസ്മിന്റെ പോയി. അപ്പോൾ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും. ജാസ്മിൻ ആ ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് കിട്ടിയപ്പോഴാണ് ജാസ്മിൻ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടത്. ജാസ്മിൻ ആ ഒരു വീഡിയോ തന്നെ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ബിഗ് ബോസിലെ യാതൊരു അപ്ഡേറ്റ്സും ഞാൻ പങ്കുവെക്കാതിരുന്നത്. മറ്റുള്ളവർ പോസ്റ്റും സ്റ്റോറീസും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു കാര്യം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടെടുക്കുകയാണ്, ഇനിയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് വീണ്ടെടുക്കാനുണ്ട്, അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു. കാരണം ജാസ്മിന്റെ ഫസ്റ്റ് റെസ്പോൺസ് ആണത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പിന്നീട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജാസ്മിന് ബിഗ് ബോസിന്റെ വോട്ടിങ്ങിൽ സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ വോട്ടിംഗ് അറിയാനായിട്ട് ജാസ്മിൻ ഒരു കേസ് കൊടുക്കും. അങ്ങനെ ഒരു കാര്യം ജാസ്മിന്റെ ആർമി പേജുകളിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. ഇത് ജാസ്മിൻ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ജാസ്മിന്റെ ഒഫീഷ്യൽ ആർമി പേജുകളിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് ജാസ്മിന്റെ അറിവോടെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഈ സീസണിലെ പല കണ്ടസ്റ്റൻസിനും ഉണ്ടായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ പുറത്ത് നല്ല രീതിയിൽ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫിനാലെ എപ്പിസോഡിൽ ലാലേട്ടൻ ആദ്യ ആഴ്ച മുതൽ അവസാന ആഴ്ച വരെയും അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണറപ്പും ഈ പറയുന്ന നമ്മുടെ ടൈറ്റിൽ വിന്നറുമായിട്ടുള്ള വോട്ടിന്റെ ഡിഫറൻസും എല്ലാം ആ ഒരു പെർസെന്റേജ് എല്ലാനും ഓരോ കണ്ടസ്റ്റന്റും ഓരോ വീക്കിൽ എവിക്റ്റ് ആയി പോയതും എടുത്തെടുത്ത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം, ഈ ഒരു കാര്യം പുറത്ത് നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് ഈ സീസണിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസിന് ഉൾപ്പെടെ ഈ ഒരു വോട്ടിംഗിൽ സംശയം വന്നപ്പോഴാണ് ഈ ഒരു കാര്യം ഇത്രയും വലിയൊരു ഇഷ്യൂ ആയി മാറിയതും. സിബിൻ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിനെതിരെ കേസ് കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം വന്നത്. അപ്പൊ ജാസ്മിന് ഈ കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള കാര്യം ജാസ്മിന്റെ ഈ പറയുന്ന ആർമി പേജുകളിൽ ഇങ്ങനെ ഒരു വിഷയമായിട്ട് മാറുന്നുണ്ട്. അതിനെപ്പറ്റി ജാസ്മിൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിന്റെ ഈ പറയുന്ന അപ്ഡേറ്റ്സ് എല്ലാം ജാസ്മിൻ തന്നെ പങ്കുവയ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന PR ടീമുകൾക്കും അതുപോലെ തന്നെ ജാസ്മിനെ എതിർത്തുകൊണ്ട് വീഡിയോസ് ഇടുന്ന ആളുകൾക്കുമെതിരെ കേസ് കൊടുക്കും എന്നൊരു കാര്യവും നമ്മുടെ ജാസ്മിന്റെ വാപ്പയാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അതിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ലീക്ക് ആയത് നിങ്ങൾ ഒരുപാട് പേര് കേട്ട് കാണും. അപ്പൊ അങ്ങനെ ഒരു കാര്യവും ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സൈബർ അറ്റാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ 6 സീസണുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ ഏറ്റുവാങ്ങിയ ആളുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല.
എന്തൊക്കെയാണെങ്കിലും ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ജാസ്മിൻ വീട്ടിലിരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ തന്നെ പരിചയമുള്ള ആൾക്കാർക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആരും ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യാനൊന്നും പോകുന്നില്ല. ജാസ്മിൻ പോയത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെയും കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ജാസ്മിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും ചർച്ചയാകും. ഇപ്പൊ ജാസ്മിൻ വീട്ടിൽ വെച്ചൊരു ചായ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് തുമ്മൽ വീണു എന്ന് പറഞ്ഞ് ആർക്കെന്ത് ചെയ്തം? ഇപ്പൊ ജാസ്മിന്റെ വീട്ടുകാർ കുടിക്കുമായിരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, കാര്യമല്ല. അതുവരെയും ഇത്രയും വലിയൊരു വിഷയമായിട്ട് മാറിയത് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇത്രയും ജനങ്ങൾ കാണുന്നതും ഇത് ഏറ്റെടുക്കാനായിട്ട് ഒരുപാട് പേര് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും പുറത്തും എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇതൊക്കെ മാറുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ആര് നോക്കാനാ? അപ്പൊ എന്തൊക്കെയാണെങ്കിലും PR ടീമുകൾക്കെതിരെ വരുന്ന കേസ് കൊടുത്താലും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. PR ടീമുകൾക്കും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന തന്റെ അഭിപ്രായങ്ങൾ പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊന്നും നടപടിയാവുന്ന കാര്യമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഞാൻ ജാസ്മിനെ എതിർത്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതായത് ജാസ്മിന്റെ പേഴ്സണൽ ജീവിതത്തെ എതിർത്തുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനായിട്ട് ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ല. കാരണം എനിക്കത് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ജാസ്മിന്റെ ഗെയിമിനെ പല പ്രാവശ്യം എതിർത്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ കണ്ടന്റുകൾ റിവ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഏത് കണ്ടസ്റ്റൻസിനെ എന്തൊക്കെ പറയാലും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താലും എല്ലാം ബിഗ് ബോസിന്റെ ഗെയിമിനെ ആസ്പദമാക്കിയിട്ടാണ്. അല്ലാതെ ഞാൻ ആരുടെയും PR ഒന്നും എടുത്തിട്ടില്ല. എനിക്കൊരു കണ്ടസ്റ്റൻസിനോട്ട് അറിയേമില്ല. ആകെ അവരെ ഞാൻ കണ്ടാക്കണത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ ജിൻഡോയും സായിയും അഭിഷേകും അർജുനൊക്കെ വന്നപ്പോൾ അവരെ കാണാനായിട്ട് പോയി. ആ ഒരു പരിചയം മാത്രമേ അവരായിട്ടുള്ളൂ. അപ്പോൾ അവരായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അല്ലാതെ ഇവരെനിക്ക് പേഴ്സണലി പരിചയവുമില്ല. ഇവരാരും എനിക്ക് കാശും തന്നിട്ടില്ല. കുറെ പേര് കമന്റുകളായിട്ട് ചോദിക്കുന്നുണ്ട് PR എടുത്തിട്ടുണ്ടോ, ജിൻഡോന്റെ PR ആണെന്നാണ് ചോദിക്കുന്നത്. ജിൻഡോ മച്ചാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എയർപോർട്ടിൽ പോയപ്പോൾ പോലും ജിൻഡോന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മൂവ് ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാസ്മിന്റെ ഫാദർ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ജാസ്മിൻ പുറത്തേക്ക് വന്നതിന് ശേഷം ചില സത്യങ്ങൾ പറയാനുണ്ട്, ചില കാര്യങ്ങൾ ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്ത് സംസാരിക്കാനുണ്ട്, പലതും പുറത്ത് കൊണ്ടുവരാനുണ്ടെന്നുള്ളൊക്കെ ഒരു കാര്യമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. കാരണം ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്ത് എന്ത് കാര്യവും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിന്റെ രീതിയിൽ എടുത്താൽ മതി. എന്തൊക്കെയാണെങ്കിലും ഒരാളുടെ പേഴ്സണൽ ജീവിതത്തിൽ കയറി ഞാൻ ഇതുവരെ ഇടപെടാറില്ല. കുറേ പേര് ഇങ്ങനെ കമന്റുകളായിട്ട് ചോദിക്കുന്നുണ്ട്, PR ആണോ ഈ പറയുന്ന, ഈ ചാനലിന്റെ പേര് അതായതുകൊണ്ടാണോ? ചാനലിന്റെ പേര് എനിക്ക് PR എന്താന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. ഈ ചാനലിന്റെ ഈ പറയുന്ന പേരിടുന്ന സമയത്ത് 1 കൊല്ലം മുന്നാണ് ഈ പേര് ഞാൻ ഇട്ടത്. അപ്പോൾ എൻ്റെ കാര്യം അതാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ജാസ്മിന്റെ ഫാദർ, സീക്രട്ട് ഏജന്റ് എല്ലാവരും ഒരുമിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് അറിയാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമെന്ന് നമ്മുടെ ജാസ്മിൻ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ജാസ്മിൻ ഏതെങ്കിലും ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പറയുമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ജാസ്മിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര താല്പര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒന്നിക്കുമോ എന്നറിയണം. രണ്ടാമത്തെ കാര്യം, അഫ്സലും ജാസ്മിനും തമ്മിൽ സംസാരിക്കും എന്താണ് പറയുന്നതെന്ന് അറിയണം. കാരണം ഇതെല്ലാം ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയാക്കിയത് ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതിന്റെ ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ജാസ്മിന്റെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിഞ്ഞു. ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പുതുപുത്തൻ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്